രാവണന്റെ കണക്കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ല. ഗുഡ് ബൈ ഫ്രണ്ട്സ്. അവൻ തന്റെ വോഡ്ക നിറച്ച ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. എളിയിൽ നിന്ന് തോക്കെടുത്ത് ആ ഫോറിനേഴ്സിനെ നേരെ ചൂണ്ടി. ഏയ് മഹി, വാട്ട് ആർ യു ഡൂയിങ്? അവർ പേടിച്ചെഴുന്നേറ്റു. ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്. നൗ ഇറ്റ്സ് ബാക്കപ്പ് ടൈം. അത്രയും പറഞ്ഞ ട്രിഗറിൽ വിരലമർത്തി 4 തവണ വെടിവെച്ച ആ ഗോഡൌണിൽ നിറഞ്ഞു. ഈ ഡീൽ കഴിയുന്നത് വരെയുള്ളൂ നിന്റെയൊക്കെ ആയുസ്. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ബോയ്സ്, ഈ ഡെഡ് ബോഡീസ് എല്ലാം നമ്മുടെ മെഷീനിലിട്ട് പൊടിച്ചെടുക്ക്. എല്ലിൻ്റെ കഷ്ണം പോലും ബാക്കി വരരുത്. അവൻ തൻ്റെ പിന്നിൽ നിന്ന് ഗാർഡ്സിന് നേരെ തോക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. മഹിയ പാട്ടുപാടി തൻ്റെ വലത് കൈയിലിരുന്ന തോക്ക് കറക്കിക്കൊണ്ട് ഗോഡൌണിന് പുറത്തിട്ടിരുന്ന ബെൻഡലിലേക്ക് കയറി. NBC ചാനലിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് വിക്കി ഇന്ന് രാവിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. TV ന്യൂസ് കണ്ട് നന്ദു ഞെട്ടി എഴുന്നേറ്റു. നോ വിക്കി, അവൻ എന്തിനിങ്ങനെ ചെയ്യണം? മഹി, അവരെല്ലാം മറന്നൊരു സാധാരണ ജീവിതം തുടങ്ങിയതാ വീണ്ടും. അവൾ ആകെ പരിഭ്രമത്തിൽ വിരൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റൊരു പ്രധാന വാർത്ത, NBC ചാനലിൻ്റെ എല്ലാ ഓഫീസുകളും ഇന്നലെ രാത്രി ബ്ലാസ്റ്റിൽ തകർന്നു. ചാനലിൻ്റെ MD തൻ്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചു. ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് ചാനലിലെ മറ്റ് പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചു. ഇത് കേട്ടതും നന്ദുവിൻ്റെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. എന്തോ വലിയ അപകടം ഇവർക്ക് പിന്നിൽ നടന്നിട്ടുണ്ട്. മഹിയെ പോയി കാണണം. അവനെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് അർജുൻ്റെ കോള് വന്നു. ഹലോ അച്ചുവേട്ടാ, അവൾ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. നന്ദു, വിഷമിക്കരുത്. ബോഡി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയായിരിക്ക്, ഞാൻ കൊണ്ടുപോകാം. അയാൾ ഫോണിലൂടെ പറഞ്ഞു. ശരി അച്ചുവേട്ടാ, അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ്റെ ജീപ്പ് വിക്കിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. അർജുനും നന്ദുവും പുറത്തേക്കിറങ്ങി. അവൾ മുറ്റത്തേക്ക് നടന്നു. അവിടെ ശവപ്പെട്ടിയിൽ വിക്കിയെ കിടത്തിയിരുന്നു. വിക്കി, ഡാ മോനെ, എണീക്ക്. നീ ഇന്നലെ എനിക്ക് ബിയർ വാങ്ങി തരാമെന്ന് പറഞ്ഞു പോയതല്ലേ? എണീക്ക്, നീ ഇങ്ങനെ പറ്റിക്കല്ലേ. അവൻ്റെ അച്ഛൻ വിക്കിയുടെ ശരീരം കുലുക്കിക്കൊണ്ട് പറഞ്ഞു. തൊട്ടടുത്ത് നിൽക്കുന്ന മഹിതൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നതും നന്ദു കണ്ടു. പപ്പ, എന്തേ കാണിക്കുന്നേ? മാറി നിൽക്ക് പപ്പ. നമ്മുടെ വിക്കി, അവൻ പോയി. ഗൗരവ് വിക്കിയുടെ അച്ഛനെ പിടിച്ചു മാറ്റി. മഹി, നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാ. നീ വിളിച്ച് അവൻ എണീക്കും. വിളിക്കു മഹി, എൻ്റെ മോനെ വിളിക്ക്. അയാൾ മഹിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു നിമിഷം മഹി വിറച്ചു. പപ്പ, അവൻ ഉറങ്ങുവാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഉറക്കം. അതിൽ നിന്ന് അവനെ ഉണർത്താൻ ആർക്കും കഴിയില്ല. അവൻ അയാളെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. തൻ്റെ കണ്ണു തുടച്ചു. ഗൗരവിനെ നോക്കി അവനൊന്ന് ചിരിച്ചു. നന്ദു മഹിയുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. അവൻ തൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു. അവൻ്റെ കണ്ണുകൾ തുടച്ച് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം അവനെ ഉള്ളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. പിന്നിൽ നിന്ന് ഗൗരവ് വിളിച്ചതും അവൻ നോർമൽ സ്ഥിതിയിലേക്ക് വന്നു. അവൻ നേരെ അർജുനെ നോക്കി ഒന്ന് ചിരിച്ചു. അർജുൻ വിക്കിയുടെ മരണം ആത്മഹത്യയല്ല. അവൻ ആത്മഹത്യ ചെയ്യില്ല. ആരോ കൊന്നതാണ്. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവനെ വെറുതെ വിടരുത്. അവൻ അർജുൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മഹി, അവൻ നിന്റെ മാത്രം സുഹൃത്തല്ല, എൻ്റെയും സുഹൃത്തു കൂടിയാണ്. ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. മഹി തൻ്റെ കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്നു. അവൻ തൻ്റെ ബെൻസിലേക്ക് കയറി. ഗൗരവ്, കൊന്നത് ആരാണെങ്കിലും അവൻ പിടിക്കുമെന്ന്. പാവം, അവൻ അറിയില്ലല്ലോ കൊന്നവൻ്റെ കയ്യിൽ കൈ ചേർത്താണ് അവൻ സത്യം ചെയ്തതെന്ന്. അവൻ എത്തണം എൻ്റെ മുന്നിൽ. അന്ന് അവനെ നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് ജയിക്കണം. അവൻ തൻ്റെ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയും സമയം അവന് കൊടുക്കണോ ബോസ്? അവനെയും പെട്ടെന്ന് തീർക്കുന്നതല്ലേ നല്ലത്? പോരാത്തതിന് 2 ദിവസം കഴിഞ്ഞ അവനും നന്ദുവുമായുള്ള വിവാഹം. അവനെ ഇനിയും വെറുതെ വിടണോ? ഗൗരവ് സംശയത്തോടെ ചോദിച്ചു. കല്യാണം? ഗൗരവ്, നീ രാമായണം വായിച്ചിട്ടില്ലേ? രാവണൻ പുഷ്പക വിമാനം എടുത്തു കൊണ്ടുപോയി സീതയെ പൊക്കിയത്. അതുപോലെ നന്ദുവിനെ കൊണ്ടുപോകും ഞാൻ. അവൻ എത്ര വലിയ സൈന്യമായി വന്നാലും വിട്ടുകൊടുക്കില്ല. ഈ രാമായണ കഥയിൽ ജയിക്കാൻ പോകുന്നത് രാവണനാണ്.
ഈ മഹി രാവണൻ. അവൻ സിഗരറ്റിൽ നിന്ന് ഉയർന്ന പുക ഊതിക്കൊണ്ട് പറഞ്ഞു. അവൻ ഗ്ലാസ് ഡൗൺ ചെയ്ത് നന്ദുവും അർജുനും വരുന്നത് തീക്ഷ്ണതയോടെ നോക്കി. ആ കാറ് പതിയെ അവിടെ നിന്നും നീങ്ങിയിരുന്നു. മഹിയുടെ വീട്ടിലേക്ക് വിക്കിയുടെ അച്ഛൻ കയറി വന്നു. അങ്കിൾ, എന്നെ ഒന്ന് വിളിച്ചാ ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ. മഹി ചിരിച്ചുകൊണ്ട് അയാളെ സോഫയിലേക്ക് ഇരുത്തി. എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എൻ്റെ മകൻ, അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ ആരോ ചതിച്ചതാ. അയാൾ കരഞ്ഞോണ്ട് മഹിയുടെ കയ്യിൽ പിടിച്ച് കണ്ണു നിറച്ചു. അങ്കിൾ പറഞ്ഞത് ശരിയാ, അവൻ സ്വയം മരിച്ചതല്ല, കൊന്നതാണ്. അത് കേട്ടതും അയാൾ ഞെട്ടി. ആരാണ് മോനെ എൻ്റെ കുഞ്ഞിനെ? അയാൾ വെപ്രാളത്തിൽ ചോദിച്ചു. ഞാൻ തന്നെയാണെങ്കിൽ അവനെ കൊന്നത്. അത് കേട്ടതും അയാൾ ഞെട്ടി. അവൻ്റെ കോളറിൽ അയാളുടെ പിടി വീണു. എൻ്റെ മോനെ, അവൻ നിന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു. എന്നിട്ട് എങ്ങനെ നിനക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞു? അയാൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി. അങ്കിൾ പറഞ്ഞത് ശരിയാ, അവൻ്റെ സുഹൃത്തായിരുന്നു. പക്ഷേ അവൻ്റെ മരണം അതൊഴിവാക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്തിനാണ് അവനെ കൊന്നത് എന്ന് അങ്കിൾ അറിയണം. അവൻ അയാളുടെ ചെവിയിൽ കുറച്ചു നേരം എന്തോ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാളൊന്നും മിണ്ടാതെ മഹിയുടെ കൊട്ടാരത്തിൻ്റെ പടികളിറങ്ങി. തൻ്റെ വീട്ടിലെത്തി അയാൾ വിക്കിയുടെ ഫോട്ടോ നിലത്തെറിഞ്ഞു പൊട്ടിച്ചു. അവിടെ തൂക്കിയിരുന്ന യേശുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. അതെ, ഈ പെണ്ണിന് എന്താ കല്യാണമായിട്ടൊരു ഉഷാറില്ലാതെ? നന്ദുവിൻ്റെ അമ്മ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവളെ നോക്കി ചോദിച്ചു. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കോ, ഞാൻ ഇത്തിരി സ്വൈര്യമായിട്ടിരിക്കട്ടെ. അവൾ ദേഷ്യം വന്നതുപോലെ പറഞ്ഞു. അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് പോകാം, വാ. അവളുടെ അച്ഛൻ അമ്മയും അനിയനെയും കൂട്ടി പുറത്തേക്ക് പോയി. അവൾ ആകെ വിഷമിച്ചിരുന്നു. ഒരു കോളിംഗ് ബെൽ ശബ്ദം കേട്ടവൾ വാതിലിനടുത്തേക്ക് നടന്നു. ഗൗരവ്, എന്താണ് പതിവില്ലാതെ ഈ സമയത്ത് ഇവിടെ? അവൾ മുന്നിൽ നിന്ന ഗൗരവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ബോസ് കല്യാണത്തിന് മുന്നേ നിങ്ങൾക്കൊരു ട്രീറ്റ് തരണമെന്ന് പറഞ്ഞു. അർജുൻ സാർ അങ്ങോട്ട് വരും. ഞാൻ മേഡത്തിനെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണ്. ഗൗരവ് ചിരിച്ച മുഖത്തോടെ പറഞ്ഞു. മഹിയെ കാണണമെന്ന് ഞാനും ഇപ്പോൾ കരുതിയേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങാം. അവൾ മുകളിലേക്ക് പോയി വസ്ത്രം മാറി. ഗൗരവിൻ്റെ കൂടെ അവൾ കാറിൽ കയറി. ആ കാർ അവിടെ നിന്ന് മുന്നോട്ട് പോയി. മഹിയുടെ കൊട്ടാരം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവൾ ആകെ അത്ഭുതത്തോടെ നോക്കി. നന്ദുവാ, ഇത് നിനക്ക് വേണ്ടി ഒരുക്കിയതാണ്, എൻ്റെ വിവാഹ സമ്മാനം പോലെ. നന്ദുവിനെ വരവേൽക്കാനായി മഹി മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. മഹി, ഇതൊന്നും വേണ്ടായിരുന്നു ഇങ്ങനെയൊരു സമയത്ത്. വിക്കിയുടെ മരണം നിന്നെ തളർത്തിയെന്ന് ഞാൻ കരുതിയത്. അവൾ പറഞ്ഞതും അവൻ ഒരു ചെറുപുഞ്ചിരി വിടർത്തി. നമുക്കകത്തേക്ക് പോവാം. അവൻ അവളെ അകത്തേക്ക് കൂട്ടി. നന്ദു, എനിക്കിന്ന് നിന്നോട് മനസ്സു തുറന്ന് സംസാരിക്കണം. അവൻ തൻ്റെ പ്രൈവറ്റ് റൂം തുറന്ന് അവൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ആ റൂം അവളുടെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്താ മഹി ഇതൊക്കെ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇതെൻ്റെ മനസ്സാണ് നന്ദു. എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവന്നത് നീയാണ്. വീണ്ടും എന്നെ ഇരുട്ടിലേക്കാക്കി നീ പോകരുത്. അവൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മഹി, എന്തേ കാണിക്കുന്നത്? വിടെന്നെ, വിട്. അവൾ അവൻ്റെ കൈ തൻ്റെ കയ്യിൽ നിന്ന് അടർത്താൻ ശ്രമിച്ചു. ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു കൂട്ടിയതാണ്, നിനക്കുള്ള സമ്മാനം. അവൻ അവിടെ വെച്ചിരുന്ന പെട്ടികൾ തുറന്നു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞ പെട്ടികൾ കണ്ട് അവൾക്ക് പേടി തോന്നി. ഒരു അർജുനും നന്ദുവിൻ്റെ ജീവിതത്തിൽ വേണ്ട. ഈ മഹി മാത്രം മതി, ഈ മഹേന്ദ്രൻ മാത്രം. അവൻ അവളെ തൻ്റെ മാറിലേക്ക് ചേർത്തു. മഹി, നീ എന്തേ കാണിക്കുന്നത്? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൾ അവൻ്റെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. അതെ, ഇതുവരെ കണ്ട മഹിയല്ല, ഇത് രാവണനാണ്. അനുസരിക്കണം നന്ദു നീ എന്നെ. അർജുൻ അവനെ വിവാഹം ചെയ്ത നീ വിധവയാകും. കാരണം അവൻ്റെ മരണം അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ പറയുന്നത് കേട്ട് നന്ദു ഞെട്ടി. മഹി, നീ എന്തീ പറയുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടനാണോ നീ? അവൾ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, വിക്കിയെ കൊന്നതുപോലെ അവനെയും ഒരു തെളിവും ബാക്കി വെക്കാതെ അവസാനിപ്പിക്കും. അത് കേട്ടതും അവൾ നിലത്തേക്ക് വീണു. ഗൗരവ്, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം. അവൻ ദൂരെ നിന്ന ഗൗരവിനെ നോക്കി പറഞ്ഞു. കുറേയേറെ സമയത്തിനു ശേഷം നന്ദു സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു.
അവൾ കണ്ണു തുറന്നതും ഒരു ബെഡിൽ കിടക്കുകയായിരുന്നു. അവളുടെ മുന്നിൽ മഹി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മഹി, നിന്നെ ഒരു സുഹൃത്തായി ഞാൻ കണ്ടു. പക്ഷെ നീ ഇല്ല, നിനക്കെന്നെ സ്വന്തമാക്കാൻ കഴിയില്ല. ഒരു യുദ്ധത്തിലും രാവണൻ ജയിച്ചിട്ടില്ല. അവൾ അവന് നേരെ ഒരു ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ആ ഫ്ലവർ വേസ് കൈകൊണ്ട് തടഞ്ഞു. ഇതെൻ്റെ ചക്രവ്യൂഹമാണ് നന്ദു. ഇവിടെ നിന്നെ രക്ഷിക്കാൻ അവന് കഴിയില്ല. കാരണം അറിയണം നന്ദു. അത് പറഞ്ഞവൻ അവളെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുറച്ചു ദൂരം നടത്തി മുന്നിൽ അടഞ്ഞിരിക്കുന്ന ഡോറ് തുറന്ന് അവളെ പുറത്തേക്ക് നിർത്തിയതും അവൾ ഞെട്ടി. കടലിന് നടുവിലുള്ള ഒരു ഷിപ്പിലായിരുന്നു അവർ. ഇത് ഇന്ത്യൻ മഹാസമുദ്രം. കുറച്ചു കഴിഞ്ഞ് ഈ ഷിപ്പ് ഇന്ത്യയുടെ അതിർത്തി കടക്കും. അത് കഴിഞ്ഞ് ആർക്കും നമ്മളെ കണ്ടെത്താൻ കഴിയില്ല. അവനൊരു സിഗരറ്റ് ചുണ്ടിലെടുത്ത് കത്തിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചു. അവൻ്റെ ശബ്ദം ആ കടലിൽ മുഴങ്ങിക്കേട്ടു. മഹി, നീ എന്നെ ഏത് കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എന്നെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അകത്തേക്ക് നടന്നു. നന്ദു. ആ വിളി കേട്ടതും അവൾ ഒന്ന് നിന്നു. രാമായണം നീ വായിച്ചിട്ടില്ലേ? അതിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോന്നപ്പോൾ രാമന് വഴി കാണിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്ന് നിന്റെ അർജുനും കാണും അങ്ങനെ വഴിയൊരുക്കാൻ ഒരുപാട് പേര്. പക്ഷേ അവൻ്റെ യാത്ര അത് മരണത്തിലേക്കായിരിക്കും. ഞാൻ രാമായണം കഥയിലെ രാവണനല്ല, കലിയുഗ രാവണനാണ്. എന്നെ കൊല്ലാനുള്ള അസ്ത്രം അത് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. അവൻ അഹങ്കാരം നിറഞ്ഞൊരു ചിരി ചിരിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി. തെറ്റു ചെയ്യുന്നവർക്ക് തോന്നും തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന്. പക്ഷേ നിന്റെ വിധിയും മറ്റൊന്നാവില്ല. നിന്നെ ഒരു മനുഷ്യനാക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റാണ്. നീ മാറില്ല, മാറ്റാൻ കഴിയില്ല. അവൾ അവനോട് പക നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. എന്നിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ബോസ്, മേഡ ഇപ്പോഴും ബോസിനെ മനസ്സിലാക്കിയിട്ടില്ല. ഗൗരവ് മഹിയുടെ അടുത്തായി പറഞ്ഞു. ഇത് യുദ്ധമല്ലേ ഗൗരവ്, എല്ലാം പതിയെ കലങ്ങി തെളിയും. മഹിയുടെ വിശ്വരൂപം എല്ലാവരും മനസ്സിലാക്കും. അന്നേ ലോകം എൻ്റെ കാൽ കീഴിലാകും. അവൻ കണ്ണെത്താ ദൂരമുള്ള കടലിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഷിപ്പ് ഇന്ത്യൻ സമുദ്രം കടന്നു പോയിക്കൊണ്ടിരുന്നു. അമ്മേ, അവൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വിഷമിക്കരുത്, നന്ദുവിനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും. അവൻ അവളെ ഏത് കടലിൻ്റെ അപ്പുറത്തോണ്ട് പോയി ഒളിപ്പിച്ചാലും. തളർന്നിരുന്ന് കരയുന്ന നന്ദുവിൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. മോനെ, അവൻ എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുപോയത് അവളോട് ഞാൻ പറഞ്ഞതാ, മഹിയുമായുള്ള കൂട്ട് വേണ്ട എന്ന്. ഇപ്പം കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ കുഞ്ഞ്, അവൾ ഈശ്വര, അവളെ കാക്കണേ. നന്ദുവിൻ്റെ അച്ഛൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. സർ, അയാളുടെ വീടും ഓഫീസും എല്ലാം സെർച്ച് ചെയ്തു. നോ ട്രേസ്. ഇന്ത്യയിൽ അയാളുടെ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്തു എന്നാണ് അറിഞ്ഞത്. എവിടേക്കാണ് മൈഗ്രേറ്റ് ചെയ്തത് എന്നും അറിയില്ല. അലക്സ് അയാളുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു. അവൻ രാവണൻ്റെ ബുദ്ധി കാണിച്ചു തുടങ്ങി. നമ്മൾ അവനുള്ള കെണിവിടെ ഒരുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ ഇവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. എങ്കിലും അവൻ രക്ഷപ്പെടില്ല. എന്തെങ്കിലും ഒരു ലിങ്ക് നമുക്ക് കിട്ടും. അവൻ ദേഷ്യത്തോടെ തൻ്റെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ പ്രൈവറ്റ് നമ്പർ എന്ന് തെളിഞ്ഞു വന്നു. ഹലോ, അവൻ വളരെ വെപ്രാളത്തോടെ പറഞ്ഞു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്, ദിസ് ഈസ് രാവണൻ ഫ്രം ലങ്ക. ഒരു ചെറുചിരിയോടെ മഹിയുടെ മൃദുലമായ ശബ്ദം അർജുൻ്റെ കാതുകളിൽ പതിഞ്ഞു. മഹി, സമ്മതിച്ചു നിനക്ക് രാവണൻ എന്ന പേര് ശരിക്കും ചേരുന്നുണ്ട്. പക്ഷേ രാമായണത്തിലെ രാവണന്റെ ഗതി അത് നീ മറക്കരുത്. അവൻ്റെ ശബ്ദം അവിടെ വീശിയടിക്കുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ മഹിയുടെ ചെവിയിലെത്തി. ഓ, പുരാണത്തിലെ രാവണനെ കൊല്ലാൻ കടൽ കടന്നു വരുന്ന രാമൻ എന്ന അവതാരം. പക്ഷേ നിനക്ക് ആ അവതാരമാകാൻ കഴിയില്ല അർജുൻ. കാരണം ഈ രാവണന്റെ ലങ്കയ്ക്ക് ചുറ്റും മരണം പതുങ്ങിയിരിപ്പുണ്ട്. നീയല്ല, സാക്ഷാൽ ഭഗവാൻ വന്നാലും നന്ദുവിനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് രാവണന്റെ രാജ്യമാണ്. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. ആ സമയം അവൻ തൻ്റെ കപ്പലിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ ഷിപ്പ് ലണ്ടൻ മഹാനഗരത്തിൻ്റെ തീരത്തെത്തിയിരുന്നു. അവിടെ അവൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. മഹി രാവണന്റെ ലങ്ക എന്ന സാമ്രാജ്യം.